ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്നാക്കിന് നമ്മൾ വരിക്കച്ചക്ക തന്നെ എടുക്കുന്നതാവും കൂടുതൽ നല്ലത്. അപ്പോൾ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ ചക്കയുടെ കുരു കളഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് അതിനുള്ള കുരു കളഞ്ഞെടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ശർക്കരയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരല്പം ജീരകം പൊടിച്ചതും ഒരു നുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൽമണ്ടോ കാഷ്യൂനട്ടോ ഒക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഈ തേങ്ങയും ശർക്കരയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ് ചക്കയ്ക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഫില്ലിങ് നിറയ്ക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ചക്കക്കുരു എടുത്ത് കളയുമ്പോൾ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് ചക്കക്കുരു എടുത്ത് കളയണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഓരോ സ്പൂൺ വീതം ഈ ചക്കയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചക്കയ്ക്കുള്ളിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കയ്ക്കുള്ളിൽ നിറയെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ ചക്കയിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പതിയെ ഒന്ന് ഒട്ടിയിരിക്കുന്ന ആ ഒരു പാകത്തിന് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചക്കയിലും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫില്ലിങ് നിറയ്ക്കാം. ഇപ്പോൾ ഞാൻ ഫില്ലിംഗ് ഒക്കെ ചക്കയ്ക്കുള്ളിലേക്ക് നിറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ ചക്കയിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഒരല്പം എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എള്ള് ഇല്ലാന്നുണ്ടെങ്കിൽ എള്ള് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എള്ളം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഏത്തക്കയൊക്കെ പൊരിച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് മാവ് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്, ഒരുപാട് അങ്ങ് ലൂസും ആയി പോകരുത്. അപ്പോൾ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഉണ്ടാവേണ്ടത്. മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിംഗ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചക്ക ഓരോന്നായിട്ട് മാവിൽ മുക്കിയതിന് ശേഷം ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ചക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് ചക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പുറമൊക്കെ നന്നായിട്ട് നല്ല മൊരിഞ്ഞിരിക്കും, എന്നാൽ ഉള്ളിലെ ചക്കയൊക്കെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്ക നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഇത് നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കഴിക്കാൻ നോക്കരുത്, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുക. പിന്നെ ഇതിനുള്ളിൽ നമ്മൾ ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ചൂടായിരിക്കും, നല്ല ടേസ്റ്റിയാണ്, നല്ല ജ്യൂസിയാണ്. അപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ശർക്കരയും തേങ്ങയൊക്കെ നിറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയുള്ള ചക്കപ്പൊരിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്